നമസ്കാരം. വന്യജീവി ആക്രമണത്തിൽ ആന സഖാവാണെന്നും പിണറായി വിജയന്റേതാണ് ആനയെന്നും കൂടിയേ ഇനി വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണും നമ്മുടെ പൂക്കി CM-ഉം സർക്കാരും പറയാനുള്ളൂ. ആഫ്റ്റർ മീ ദി ഡെലൂഷ് ഫ്രഞ്ച് രാജാവായിരുന്ന ലൂയി 15-ാമന്റേതെന്ന് പറയുന്ന പ്രശസ്തമായ വാചകമാണ്. എനിക്ക് ശേഷം പ്രളയം വന്നാലും എനിക്കെന്താ. അപ്പോൾ വാർത്ത നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. വന്യജീവി ആക്രമണം കൊണ്ട് ജനം പൊറുതിമുട്ടുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാനെ, പൂക്കി CM ഉണ്ടാനെ, ഇംഗ്ലീഷ് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടാനെ എന്നൊന്നും കുത്താൻ വരുന്ന നമ്മുടെ കാട്ടാനയുടെ ചെവിയിൽ വേദം ഊതിയിട്ട് കാര്യമില്ല. വന്യജീവി ആക്രമണത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? 6 പേർക്കാണ്. കൂടാതെ 2 ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്ത ചില ആക്രമണങ്ങളുടെ കണക്ക് കൂടി ഞാൻ പറയാം. അതായത് ഗുരുതര പരിക്കുകളോടെ പലരും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. ചിലർ ഭാഗ്യം കൊണ്ട് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും അതുകൊണ്ടാകാം ഇത് വലിയ രീതിയിൽ പലരും വാർത്തയാക്കുന്നത്. കാരണം മരണം സംഭവിച്ചാൽ മാത്രമാണല്ലോ വാർത്തയാകുന്നുള്ളൂ, മരണം സംഭവിച്ചാൽ മാത്രമാണല്ലോ സർക്കാർ വാ വിളിക്കുകയുള്ളൂ. എന്തായാലും കരുളായി വനത്തിനുള്ളിൽ വനം വകുപ്പിന്റെ പ്ലാന്റേഷൻ ജോലിക്ക് പോകുന്നതിനിടെയുണ്ടായ കാട്ടാൻ ആക്രമണത്തിലാണ് വയോധികയ്ക്ക് പരിക്ക് പറ്റിയത്. വാരിയലിനും ശ്വാസകോശത്തിനും അടക്കം ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ 2 ഇടങ്ങളിലായി 3 പേർക്കാണ് കാട്ടാൻ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. മുള്ളിയിലുണ്ടായ കാട്ടാൻ ആക്രമണത്തിലാണ് ആദിവാസി യുവാവായിട്ടുള്ള 30-കാരൻ വെള്ളിങ്കിരിക്ക് മുഖത്ത് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ളത്. അട്ടപ്പാടി ഗൂളിക്കളവിൽ ഓട്ടോയിൽ വരികയായിരുന്ന 2 പേരെ ഓട്ടോ മറിച്ചിട്ടാണ് കാട്ടാൻ ആക്രമിച്ചത്. ഇത് 2 ദിവസത്തെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്തായാലും വന്യജീവി ആക്രമണത്തിൽ ഗൗരവമായി തന്നെ ഇടപെട്ട് സർക്കാരിനും വനം വകുപ്പ് മന്ത്രിക്കുമെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്കിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ആദ്യം തന്നെ പിണറായി വിജയന്റെ ആ പോസ്റ്റ് ഒന്ന് നോക്കാം. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചപ്പോൾ സർക്കാർ മാറിയത് കാട്ടാന അറിഞ്ഞിട്ടില്ലെന്ന അങ്ങേയറ്റം ലാഘവപൂർണമായ മറുപടിയാണ് വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടത്. ഏറ്റവും ഒടുവിലത്തെ സംഭവം വയനാട്ടിലാണ്. വയനാട് കാട്ടിക്കുളത്ത് രാജുവാണ് കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ സംഭവ സ്ഥലത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ എത്തുന്നതിനോ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനോ ഒരു സംവിധാനവും ഉണ്ടായില്ല എന്ന വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വന്യജീവികൾ ജനവാസ മേഖലയിൽ കടന്നു കയറുന്നത് തടയാനും അക്രമകാരികളെ പിടികൂടാനും തുരത്താനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഭരണമാറ്റത്തിന് ശേഷം ഈ രക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രദമായ വിന്യാസം ഇല്ലാതായെന്ന് വേണം കരുതാൻ. തുടരെയുള്ള ആക്രമണങ്ങളും ജീവനഷ്ടവും ഇതിന്റെ കൂടി തെളിവാണ്. അരക്ഷിതരായ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനം ജനവിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണം. വന്യജീവി ആക്രമണത്തിൽ കൃഷികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെടുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പ്രതികരണം വന്ന ശേഷമാണ് സർക്കാർ അവർക്ക് അർഹതപ്പെട്ട ഒരു ധനസഹായം പോലും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. പ്രതിപക്ഷം ഇടപെട്ടാൽ മാത്രം അനങ്ങുന്ന ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയത്തിലും ഇത് തന്നെ നമ്മൾ കാണുകയാണ്. എന്തായാലും സഭ ആരംഭിച്ചാൽ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ ശ്രമം നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താലും അവതരണ അനുമതി കൊടുക്കുമെന്ന സംശയം മാത്രമേ എനിക്കുള്ളൂ. കാരണം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ അനുമതി നിഷേധിക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾ കാണുകയാണ് സഭയ്ക്കകത്ത്. ഞങ്ങൾക്ക് ഒന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഭരണപക്ഷത്തെ, ഒരു സർക്കാരിനെ നമ്മൾ VD സതീശനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മരണം തുടരുമ്പോഴും വനം വകുപ്പ് മന്ത്രിയുടെ ക്രൂരമായ പരിഹാസമാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. മുഖ്യമന്ത്രിയും മന്ത്രിയും മാത്രമേ മാറിയിട്ടുള്ളൂ, ഉദ്യോഗസ്ഥരും ആനയും മാറിയിട്ടില്ല. മന്ത്രിസഭ മാറിയതറിഞ്ഞ് ആനിറങ്ങിയതാണോ എന്നറിയില്ല എന്നിങ്ങനെ പോകുന്നു വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ പരിഹാസ പ്രതികരണങ്ങൾ. ഇത് 2ാം തവണയാണ് കേട്ടോ മന്ത്രി ഈ വിഷയത്തെ വളരെ ലാഘവത്തോടെ കണ്ട് പരിഹാസത്തോടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംസ്ഥാനത്തെ മലയോര മേഖലയിലും വനമേഖലയിലും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് അടുത്ത കാലത്ത് വളരെ കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച മുൻ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയവരാണ് ഭരണത്തിൽ വന്നപ്പോൾ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ
വില കുറഞ്ഞ പരാമർശങ്ങളുമായി പരിഹാസങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. വന്യജീവി ആക്രമണം തടയുന്നതിൽ പ്രധാന വില്ലനായി നിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുപോലും ഇല്ലാതെയാണ് വനം വകുപ്പ് മന്ത്രിയുടെ ഇതുവരെയുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ. ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് 1972 വന്യജീവി സംരക്ഷണ നിയമമാണ് പ്രധാനപ്പെട്ട തടസ്സം. ഈ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി സർക്കാരാണ് കേട്ടോ. ഇതിൽ ഭേദഗതി വരുത്തണമെന്ന് മുൻ LDF സർക്കാർ പലതവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 സംസ്ഥാന നിയമസഭ തന്നെ പ്രമേയം പാസാക്കി അയച്ച കഥയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും തീരുമാനമാകാതെ വന്നപ്പോൾ രാജ്യത്തിൽ ആദ്യമായി സംസ്ഥാനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്ക് ബില്ല് അവതരിപ്പിക്കാൻ തയ്യാറായി. കഴിഞ്ഞ LDF മന്ത്രിസഭ അംഗീകാരം നൽകിയ കരട് ബിൽ ഗവർണർ ഒപ്പിട്ട ശേഷം രാഷ്ട്രപതിയുടെ അനുമതിക്ക് സമർപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആളുകളെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ ഉടനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതായിരുന്നു ഭേദഗതി. കേന്ദ്ര നിയമത്തിലെ അപ്രായോഗികതയും കാലതാമസം വരുത്തുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതോടെ ഒഴിവാക്കപ്പെടുമായിരുന്നു. പട്ടിക 2 വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥയും ബില്ലിലുണ്ടായിരുന്നു. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ അവയെ കർഷകർക്ക് കൊല്ലുന്നതിന് തടസ്സവുമില്ല. വന്യജീവി ആക്രമണം തടയുന്നതിന് 2022 620 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചെങ്കിലും ഒന്നുപോലും കേന്ദ്രം അനുവദിച്ചില്ല. എന്നാൽ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തിന് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെട്ടില്ല എന്നുള്ളതാണ്. വന്യജീവി ആക്രമണം തടയുന്നതിൽ LDF സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഭരണമാറ്റം ഉണ്ടായാൽ ഉടനെ പരിഹാരം ഉണ്ടാകുമെന്നും ഒക്കെ ആയിരുന്നു അന്ന് UDFന്റെ പ്രചാരണം. നമ്മുടെ PV അൻവറൊക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ അല്ലെ. എവിടെയെങ്കിലും വന്യജീവി ആക്രമണം ഉണ്ടായാൽ നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് തന്നെ മൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടെന്ന വ്യാജ പ്രചരണം കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും UDFകാർ മുന്നിലായിരുന്നു. വനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വന്യജീവി ആക്രമണം ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിഭാസമുള്ളൂ എന്ന മട്ടിലാണ് LDF സർക്കാരിനെതിരെയുള്ള ജനങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടി UDFും അതുപോലെ തന്നെ BJPയും ഒക്കെ ശ്രമം നടത്തിയത്. ഭരണത്തിൽ വന്ന ശേഷവും കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കാൻ UDF തയ്യാറാകുന്നില്ല എന്നതാണ് മന്ത്രിയുടെ പരിഹാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയോര മേഖലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് UDF സർക്കാരും സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയും തയ്യാറാകുന്നില്ല? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു മാധ്യമവും ഇത് ചർച്ച ചെയ്യാത്ത ഒരു വിഷയവുമാണ്. ഇക്കാര്യത്തിൽ മൗനം തുടരുന്നതിലെ ജാള്യതയാണ് മന്ത്രിയുടെ പരിഹാസ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. അത് തിരുത്താനും വന്യജീവി ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കാനും സർക്കാർ തയ്യാറാകണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മണ്ഡലത്തിൽ ഒരാൾ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അവിടുത്തെ MLA തിരിഞ്ഞു നോക്കാതിരിക്കുമോ? അതും കണ്ടു ഈ പൂക്കി സർക്കാരിന്റെ കാലത്ത് എന്നുള്ളതാണ്. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാൻ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മാനന്തവാടി MLA ഉഷാ വിജയൻ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിഷേധം നടക്കുന്നിടത്തേക്ക് എത്താൻ വൈകിയ വാർത്ത നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ ഇന്നലെ കണ്ടുവല്ലേ. എന്തൊരു ഉത്തരവാദിത്വമല്ലേ, വല്ലാത്ത ഒരു പ്രതിബദ്ധത തന്നെ അല്ലേ. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമായിരിക്കും ഈ കാര്യത്തിൽ ഉഷയുടെ റോൾ മോഡൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാര്യത്തിൽ ബിരുദാനന്തര ബിരുദം കൊടുത്ത ആൾക്കാരാണ് രണ്ടുപേരും വയനാടിന്റെ MP ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഒരാൾ ഇപ്പോഴും MP ആണ്. പക്ഷെ വയനാടിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോഴും ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിൽ ഇരിക്കുന്ന ആളുകളായിരുന്നു രണ്ടുപേരും. എത്ര പ്രതിഷേധം വന്നാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരില്ലപ്പാ എന്ന പിടിവാശിയുള്ള ആളുകളാണ് രണ്ടുപേരും. എന്തായാലും അവരെയാണോ ഉഷ റോൾ മോഡൽ ആക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. തങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോട് ഇത്രയെങ്കിലുമൊക്കെ പ്രതിബദ്ധത എന്തായാലും ഈ സർക്കാരിനും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും കാണിക്കാം എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.